കോഴിക്കോട് നിന്നും 1.5 വർഷം മുമ്പ് കാണാതായ വയനാട് ചെട്ടിമൂല സ്വദേശി ഹേമചന്ദ്രന്റെ ശരീരഭാഗങ്ങൾ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരാമ്പാടി വനത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ്, അജേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി നൌഷാദ വിദേശത്താണ്. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഹേമചന്ദ്രന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിനു മുമ്പ് നോക്കിയാൽ ഈ കാട്ടിൻ്റെ ഒരു 10 അടിന് മുമ്പാണ് രണ്ടാളെ കൊന്ന സ്ഥലമാണ്. ഇവർ എങ്ങനെയാണ് ഞങ്ങൾ കൂടി ഇത്ര വർഷം 40-45 വർഷമായി ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ പോകില്ല. അത്രയും 24 മണിക്കൂർ ആനയുള്ള സ്ഥലത്താണ് ഇവിടെ ബോഡിനെ കുളിച്ചിട്ട് എങ്ങനെയാ ചെയ്തെന്ന് അറിയില്ല. സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് ഹേമചന്ദ്രന്റെ തിരോധാനത്തിൽ നടന്നത്. പുറലോകം അറിയില്ലെന്ന് കരുതിയ കുറ്റകൃത്യമാണ് കേരള പോലീസിന്റെ ശരിയായ അന്വേഷണത്തിലൂടെ പുറത്തായത്. വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ. 2024 മാർച്ച് 20-നാണ് സംഭവങ്ങളുടെ തുടക്കം. ഹേമചന്ദ്രനെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ചു. ഇവിടെ നിന്ന് ഹേമചന്ദ്രനെ 2 പേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു. ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതിയിൽ 2024 ഏപ്രിൽ 1-ന് കേസ് രജിസ്റ്റർ ചെയ്തു. മെഡിക്കൽ കോളേജ് SP A ഉമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരിലേക്ക് അന്വേഷണം എത്തിയത്. വിദേശത്തുള്ള നൌഷാദിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. 2 പേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ കൺഫെഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് DNA ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നു. പക്ഷേ നമുക്ക് ഇത്ര കലപ്പഴങ്ങുന്ന ബോഡിയാണ്. അതിന് കാര്യങ്ങൾ നമുക്ക് നോക്കിയേ പറയാൻ പറ്റൂ. മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് മുന്നേറി ദിവസം. ഹേമചന്ദ്രന് നിരവധി പേരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പ്രതി നൌഷാദ് ഹേമചന്ദ്രന് പണം കടം നൽകിയിരുന്നു. നിരവധി തവണ തിരിച്ചു ചോദിച്ചെങ്കിലും പണം തിരികെ നൽകാൻ ഹേമചന്ദ്രൻ തയ്യാറാകാത്തതാണ് തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതകത്തിനും വഴിതെളിച്ചത്. കൊലപാതകത്തിനു ശേഷം നീലഗിരി ചേരമ്പാടിയിലെ വനത്തിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച 2 പേരാണ് അജീഷും ജ്യോതിഷും. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. വനത്തിലെ ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം അഴുകിയ നിലയിൽ അല്ലായിരുന്നു. ശരീരത്തിന് ഒരു ഇറച്ചിൻ്റെ പീസ് പോലും വീണ് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാന്തുമ്പോൾ ആദ്യം കണ്ടത് ഈ നടുവിൻ്റെ ഭാഗമാണ്. അങ്ങനെ കുഞ്ഞെടുക്കുന്ന സീനിൽ അങ്ങനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ മാന്തി നോക്കുമ്പോൾ കാലിൻ്റെ പത്തിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ പീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് മനുഷ്യ ശരീരം പോലെ തന്നെ. ശരീരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പുറത്തുണ്ട് കത്തി കുത്തി കെട്ടിയ പാഠം മാത്രം ഉണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡ്സും സംഭവവുമായി ബന്ധപ്പെട്ടവരുടെ ടവർ ലൊക്കേഷനുകളും പോലീസ് പരിശോധിച്ചിരുന്നു. ഇതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. ന്യൂസ് മലയാളം, വയനാട്.